ഹായ് കീം ആസ്പിറൻസ്. സോ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് നമ്മുടെ ട്രിപ്പിളിക്ക് ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റ് എയ്ഡഡ് സീറ്റ് കിട്ടാൻ എത്ര റാങ്ക് വേണം എന്നാണ്. സോ നമ്മളിവിടെ കുറച്ച് ഗവൺമെന്റ് കോളേജസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ എങ്ങനെയാണ് ലാസ്റ്റ് ഇയറിൽ, അതായത് ഫസ്റ്റ് ഫേസിന് ശേഷം, ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് എത്ര റാങ്കിലാണ് ഈ കോളേജിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ CET ആണ്. CETയിലെ സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 1158 ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. അവിടെ 2574 കട്ട് ഓഫ് കയറി. കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അതായത് 2000 കയറി നമ്മുടെ തൃശ്ശൂർ ആയപ്പോഴത്തേനും. അടുത്ത കോളേജ് വരുന്നത് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലമാണ്. അവിടെ 3713 ആണ് കട്ട് ഓഫ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് മെറിറ്റ് ആണ് പറയുന്നത്, എപ്പോഴും പറയുന്ന പോലെ ബാക്കി കാറ്റഗറീസ് കൂടെ നിങ്ങൾ നോക്കിക്കുക. ദെൻ അടുത്തത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം 4639 ആണ് കട്ട് ഓഫ് വരുന്നത്. ദെൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ ആണ്, അവിടെ 5341 വരുന്നുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് MA കോളേജ് കോതമംഗലാണ്. അവിടെ 5604 ആണ് വന്നിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ RIT കോട്ടയാണ് വന്നിരിക്കുന്നത്. അവിടെ 6185, 6000 കയറി. ഇവിടെ ഇപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ട് ഓരോ കോളേജസിലെ കട്ട് ഓഫ് തമ്മിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരാണ്. അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 6495 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാടാണ്. 6531 വരുന്നത്. അപ്പോൾ അത്യാവശ്യം എന്താണ് ഗവൺമെന്റ് കോളേജസും ഗവൺമെന്റ് എയ്ഡഡ് കോളേജസും നമ്മൾ ഡിസ്കസ് ചെയ്തു. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ഡേറ്റ അവൈലബിൾ ആണ്. സോ എല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കംപ്ലീറ്റ് ഡേറ്റ PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാവരും നമ്മുടെ ചാനലും കീം നാവിഗേറ്ററിന്റെ ചാനലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ലൈവ് സെക്ഷൻസ് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. സോ എല്ലാവരും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്.